പ്രൈസ് ലോർഡ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഹൃദയം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെയും ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹൃദയം. ഇവിടെ ബൈബിളിൽ പറയുന്നത് 1 ശമൂവേൽ 16:7 പറയുന്നത്, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഇവിടെ ബൈബിളിൽ പറയുന്നത് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു ഉറവിടമാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും ആ മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് സദൃശ്യവാക്യം 4:23 പറയുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം ഇതിൽ നിന്നല്ലോ ആകുന്നത്. അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു, ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു. സദൃശ്യവാക്യം 3:5 പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കുക. സദൃശ്യവാക്യം 17:22 പറയുന്നത്, സന്തുഷ്ട ഹൃദയം ഒരു ഔഷധമാകുന്നു. നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് നന്ദിയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ അതൊരു സന്തോഷമുള്ള ഹൃദയത്തിൻ്റെ അടിസ്ഥാനമാണ്. ഹൃദയത്തെക്കുറിച്ച് ബൈബിളിൽ ഒത്തിരി ഇടത്ത് പറയുന്നുണ്ട്. മത്തായി 32:27 പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. കീർത്തനം 119:11 പറയുന്നത്, നിന്റെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് മുൻപിലോട്ട് പോകുവാനുള്ള വഴികൾ തുറന്നു തരും. അതുപോലെ തന്നെയാണ് യോഹന്നാൻ 14:1 പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. സങ്കീർത്തനം 34:18 പറയുന്നത്. ഇപ്പോൾ ബൈബിളിൽ ഒത്തിരി റെഫറൻസ് ഉണ്ട് ഹൃദയത്തെക്കുറിച്ച്. സങ്കീർത്തനം 51:10 പറയുന്നത്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അപ്പോൾ എങ്ങനെയുള്ള ഹൃദയമാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമെന്ന് സങ്കീർത്തനം 51:10 പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള ഒരു ഹൃദയം വേണം? സ്നേഹമുള്ള, സമാധാനമുള്ള, വിശ്വാസമുള്ള ഒരു ഹൃദയത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എപ്പോഴും. അങ്ങനെയുള്ള ഹൃദയം നമുക്ക് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. ഏറ്റവും വിലപ്പെട്ടതാണ് ഒന്നെന്ന് പറയുന്നത്, ലോകം നമ്മുടെ മുഖം കാണുമ്പോൾ, മനുഷ്യർ നമ്മുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നല്ല ചിന്തകളും നല്ല സ്നേഹവും സമാധാനവും ദൈവവചനവും നമുക്ക് നിറയ്ക്കാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ദൈവസ്നേഹവും ദൈവവചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറയ്ക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാകും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിലോട്ടുള്ള ജീവിതത്തിന് ഒരനുഗ്രഹമാകും. അപ്പോൾ എന്തുമാത്രം ദൈവവചനമാണ് ഹൃദയത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര സന്തോഷം തരുന്ന ബൈബിൾ വാക്യങ്ങളാണെന്നറിയാവോ? അതുപോലെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. എന്തുമാത്രം ബൈബിൾ, എത്ര വാക്യങ്ങളാണെന്നറിയാവോ? സന്തോഷമുള്ള ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. ദൈവവചനവും ദൈവസ്നേഹവും നമ്മുടെ ഹൃദയത്തെ സന്തോഷത്താലും സമാധാനത്താലും സ്നേഹത്താലും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എൻ്റെ ജീവൻ നിനക്കായി, എൻ യേശുവേ.
ഞാൻ